ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ മെഴ്സാൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. ഞങ്ങൾ റെഡിയായി ഡ്രസ്സൊക്കെ മാറ്റി ഞാനും ചിഞ്ചു അമ്മായും കൂടിയാണ് പോണത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പിന്നാലെ വരും. നേരെ ഞങ്ങൾ വടക്കഞ്ചേരി പോയി ഗൈസ്. വടക്കഞ്ചേരി പോയിട്ട് ഞങ്ങൾ നേരെ ചെക്കന് സൈക്കിള് വാങ്ങാനാണ് ആദ്യം പോണത്. കവിത ഗോൾഡൻ ഡയമണ്ട്സിലോട്ടല്ല കേട്ടോ, നമ്മൾ ലിൽ പംകിനിലോട്ടാണ് പോയത്. അങ്ങനെ അവിടെ പോയി താഴെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ആ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ നോക്കി. പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണ് സൈക്കിൾ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി ഗൈസ്. അപ്പോൾ അവിടെ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തത് ഇതാണ് ഗൈസ്. അങ്ങനെ ആ സൈക്കിളും മേടിച്ച് നമ്മൾ താഴത്തോട്ട് വന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം നോക്കിയിട്ട് അവിടെ നിന്നൊരു കാറും വാങ്ങിച്ചു ഗൈസ്. അവിടെ ചെക്കന് കാരം വാങ്ങി. പിന്നെ നേരെ ബേക്കറി പോയിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് വാങ്ങാൻ. അത് കഴിഞ്ഞിട്ട് നേരെ ഫാൻസി കടയ്ക്ക് പോയി. പിന്നെ ഞങ്ങൾ നേരെ മെഴ്സാൻ്റെ വീട്ടിൽ പോയി ഗൈസ്. അവിടെ പോയപ്പോൾ ഇതാ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പോളറോയിഡ്സ് ഒക്കെ ചെയ്തത് ഞാനാണ് ഗൈസ്. അപ്പോൾ ഞാൻ അയക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ചെക്കൻ്റെ അവിടെ ഫോട്ടോഷൂട്ടിലാണ് ഗൈസ്. കാര്യമായിട്ടിരുന്ന ഫോട്ടോഷൂട്ടാണ്. പിന്നെ അവർ ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞ് സെക്കൻഡ് ലുക്കിന് വേണ്ടിയിട്ട് ഡ്രസ്സ് മാറ്റാൻ പോകണം. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അപ്പോഴത്തേക്കും ഇതവിടെ കേക്ക് കട്ട് ചെയ്യാനുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ടായി. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പേ അവൻ ഒരുപാട് കരച്ചിലായിരുന്നു. കേക്ക് കട്ട് ചെയ്യുമ്പോഴും അവൻ ഭയങ്കര അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ഓരോ പീസൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത കേക്ക് കട്ടിങ്. അങ്ങനെ ആ കേക്കിൽ നിന്ന് ഓരോ പീസ് എടുത്ത് കഴിച്ചു. അപ്പോഴേക്കും ചിഞ്ചു ഫ്രെയിം കൊടുക്കാൻ വേണ്ടി പോയി ഗൈസ്. ഞാനാണ് ചെയ്ത് കൊടുത്തത്, ചിഞ്ചുവിൻ്റെ ഗിഫ്റ്റാണ്. അങ്ങനെ അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മെഴ്സാൻ്റെ ഫോട്ടോഷൂട്ടാണ് ഗൈസ്. അവനെ സൈക്കിളിലൊക്കെ ഇരുത്തി കാര്യമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് അവൻ്റെ തേർഡ് ലുക്ക് ഇതാണ്. വീണ്ടും ഡ്രസ്സൊക്കെ മാറ്റി അടുത്ത ഫോട്ടോഷൂട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ചെക്കൻ്റെ സൈക്കിളൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ചിഞ്ചു എന്നെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ചിഞ്ചു അളിയൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടീനെയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചായ കുടിച്ചു. പിന്നെ നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ പോകുമ്പോൾ കണ്ടതാണ് ഗൈസ്. ഇത് നല്ല രസമല്ലേ സ്കൈ കാണാൻ. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ ബാക്കി നാളെ.